പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമളാനിലെ രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10ലാണ്. അല്പസമയം ഒരു 10 മിനിറ്റ് ഇഅ്തികാഫിന്റെ നിയ്യത്ത് വെച്ചിരിക്കുക. അല്ലാഹു തആല നമ്മുടെ ഇഅ്തികാഫ്, നമ്മുടെ ഖുതുബയും നമ്മുടെ ജുമഅയും പറഞ്ഞതും കേട്ടതും ദുആ ചെയ്യാൻ പോകുന്നതും ദ്വാരുന്നതും എല്ലാം അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ സ്വഹീഹുൽ ബുഖാരി നോക്കിയാൽ കാണാം, ഒരിക്കൽ ബഹുമാനപ്പെട്ട മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് നബി തങ്ങളോട് ചോദിക്കുകയാണ്, മാ തഉദ്ദൂന അഹ്ലു ബദർ ഫീകും, നിങ്ങളുള്ള മഹാന്മാരായ ബദരീങ്ങളെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്, ബദരീങ്ങളെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് ബഹുമാനപ്പെട്ട മലക്കുൽ മുഖറബ് ജിബ്രീൽ മുത്തുനബിയോടാണ് ചോദിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞു, ഹും മിൻ അഫ്ളലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ വെച്ച് ഏറ്റവും അത്യുത്തമരാണ്, ഈ സമുദായത്തിലെ ഏറ്റവും ശ്രേഷ്ഠരാണ് മഹാന്മാരായ ബദരീങ്ങൾ എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിനോട് മറുപടി പറയുമ്പോൾ ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, വകദാലിക മൻ ഷഹിദ മിനൽ മലായിക, അപ്രകാരം തന്നെയാണ് മലക്കുകളുടെ കൂട്ടത്തിൽ ബദറിൽ പങ്കെടുത്ത ബദറിൽ ഇറങ്ങിയ മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ ഏറ്റവും ഉത്തമരായ മലക്കുകളാണെന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്. പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ ബദരീങ്ങൾ അന്ന് പോർക്കളത്തിൽ ഇറങ്ങില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഈമാൻ സംരക്ഷിക്കപ്പെടുമായിരുന്നില്ല. നമ്മുടെ ഈമാനുമായി ആ മഹാന്മാരായ ബദരീങ്ങളുമായി അത്രയും അഭേദ്യമായ ബന്ധമുണ്ട്. അതുകൊണ്ട് മഹാന്മാരായ ബദരീങ്ങൾ പോർക്കളത്തിലേക്ക് ഇറങ്ങിയ, ബദറിന്റെ സമരഭൂമിയിലേക്ക് ഇറങ്ങിയ വിശിഷ്ടമായ മാസമാണ് റമളാൻ. ആ റമളാനിലെ 17-ാം രാവും അതിന്റെ പകലും പ്രിയപ്പെട്ടവരെ ബദർ രാവും അതിന്റെ ദിനവുമായി ആചരിക്കുകയാണ് ലോക മുസ്ലിമീങ്ങൾ. ആ മഹാന്മാരായ ബദരീങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണം. ആധുനിക കാലത്ത് മുസ്ലിം സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മഹാന്മാരായ ബദരീങ്ങളുടെ ജീവിത ചരിത്രത്തിൽ കൃത്യമായ പരിഹാരമുണ്ട്. വിശാലമായ ചരിത്രമാണ്. ഇവിടെ പറയാനും വിശദീകരിക്കാനുള്ള സമയമല്ല. നിങ്ങൾക്കും തിരക്കായിരിക്കും, നമുക്കൊക്കെ തിരക്കായിരിക്കും. അതുകൊണ്ട് തിരക്കിനിടയിൽ എപ്പോഴെങ്കിലും മഹാന്മാരായ ബദരീങ്ങളുടെ ചരിത്രം കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇസ്ലാം ഒരിക്കലും യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മതമല്ല. ഇസ്ലാം ഒരിക്കലും യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മതമല്ല. മനുഷ്യരെ കൊല്ലണമെന്ന് പറയുന്ന മതമല്ല. മറിച്ച് അനിവാര്യമായ ഘട്ടത്തിൽ ശത്രുക്കൾ മുസ്ലിമീങ്ങൾക്കെതിരെ ഇങ്ങോട്ട് വന്നപ്പോൾ പ്രതിരോധം തീർക്കുക മാത്രമാണ് ഇസ്ലാമിലെ ഏത് യുദ്ധവും പ്രതിരോധം മാത്രമാണ്. അനിവാര്യമായ ഘട്ടങ്ങളിൽ പോർക്കളത്തിലേക്ക് ഇറങ്ങിപ്പോയതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇറങ്ങിയിടത്തൊക്കെ മുസ്ലിമീങ്ങൾ വിജയം വരിച്ചിട്ടുണ്ട്. മഹാന്മാരായ സ്വഹാബത്ത്, അവരൊക്കെ ഷഹാദത്ത് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ദീനിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അത്യുത്തമമായ ഒരു വലിയ കർമ്മമാണ് ഷഹാദത്ത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാവുക, ശരീരം മുഴുവനും പടച്ച റബ്ബിന് സമർപ്പിക്കുക എന്നുള്ളത് കേട്ടിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ജമൂഹ റളിയല്ലാഹു അൻഹു മുടന്തനാണ്, നടക്കാൻ കഴിയൂല. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ മുടന്തനായ ഒരു സ്വഹാബിയാണ്. അതുകൊണ്ട് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പാടില്ല. മക്കള് പറഞ്ഞു, മുടന്തന്മാര് രോഗികളും സ്ത്രീകളും കുട്ടികളും യുദ്ധത്തിൽ പങ്കെടുക്കാൻ പാടില്ല, അത് മതത്തിന്റെ നിയമങ്ങളാണ്. അതുകൊണ്ട് മുടന്തനായ ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ജമൂഹ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു. അങ്ങനെ ബദർ യുദ്ധം കഴിഞ്ഞു, മുസ്ലിമീങ്ങളൊക്കെ വിജയിച്ചു. വർഷങ്ങൾക്ക് ശേഷം അതാ ഉഹദിന്റെ രണാങ്കണം കടന്നു വരുമ്പോൾ ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ജമൂഹ റളിയല്ലാഹു അൻഹു, അതാ മുടന്തനായ ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ജമൂഹ റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ട് നബിയോട് പറയുന്നു, നബിയേ, കഴിഞ്ഞ യുദ്ധത്തിൽ തന്നെ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ഈ യുദ്ധത്തിലെങ്കിലും ഒന്ന് പങ്കെടുക്കാൻ എന്നെ അനുവദിക്കണേ നബിയേ. എന്റെ മക്കൾ തടസ്സം നിൽക്കുകയാണ്, ഉപ്പാ നിങ്ങൾ യുദ്ധത്തിൽ പോകാൻ പാടില്ല, നിങ്ങൾക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് എന്റെ മക്കൾ തടയുന്നുണ്ട് നബിയേ. ഷഹാദത്ത് വരിക്കണം, എനിക്കൊന്നു ഷഹീദാകണം. അതിനുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ജമൂഹ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, തൽക്കാലങ്ങൾ ഉപ്പാനെ തടയണ്ട. ഏതായാലും ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ജമൂഹ റളിയല്ലാഹു അൻഹു ഇരുകരങ്ങളതാ ഉഹുദിന്റെ പോർക്കളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഇരുകരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തി ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു, അല്ലാഹുവേ, ഈ യുദ്ധത്തിൽ എനിക്ക് ഷഹാദത്ത് നൽകണേ അല്ലാ. അങ്ങനെ യുദ്ധത്തിൽ പങ്കെടുക്കുന്നു, ഷഹീദാകുന്നു. കണ്ടങ്ങള്
ഏറ്റവും പുണ്യകർമ്മമായ യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള മഹാന്മാരായ സ്വഹാബത്തിന്റെ ആവേശം. എത്ര യുവാക്കളുണ്ട്, എത്ര കുട്ടികളുണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങൾ പങ്കെടുത്തേ തീരൂ എന്ന് പറഞ്ഞ ആവേശത്തോടെ യുദ്ധത്തിലേക്ക് കടന്നു വന്ന ചെറുപ്രായക്കാരുടെ, യുവാക്കളുടെ എത്ര കഥകൾ ബദറിലും ഉഹദിലും നമുക്ക് പങ്കുവെക്കാനുണ്ട്. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, പരിശുദ്ധമായ റമദാൻ വന്നിട്ട് തറാവീഹിൽ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ജമാഅത്തിൽ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആവേശം എവിടെ പോയി? നമ്മുടെ താല്പര്യം എവിടെ പോയി? റമദാൻ വന്നിട്ട് പോലും ഒരു ഖത്മ് പോലും തീർക്കാൻ തയ്യാറാകാതെ 5ഉം 6ഉം ജുസ്ഇൽ മാത്രം നിൽക്കുമ്പോൾ ഒരു ഖത്മെങ്കിലും തീർത്തെങ്കിലല്ലേ ഈ റമദാനോടുള്ള ചെറിയ കടപ്പാട് നമുക്ക് തീർക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മഹാന്മാരായ അസ്ഹാബുൽ ബദറിനെ കുറിച്ചും അസ്ഹാബുൽ ഉഹദിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ച് അവരെ മാതൃകയാക്കി അവരിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഈമാനികാവേശത്തോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ബുധനാഴ്ചയാണ് നമ്മുടെ പള്ളിയിൽ ബദർ നേർച്ച നടക്കുന്നത്. 2:30 ആരംഭിക്കും. വൈകുന്നേരത്തോടുകൂടെ അസ്സംസ്കരിച്ച ഉടനെ ഭക്ഷണമൊക്കെ വിതരണം ചെയ്ത് അവസാനിപ്പിക്കും. അല്ലാഹു തആല മഹാന്മാരെ ബദീനയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി തരട്ടെ. റളിയല്ലാഹു അൻ ആലിൽ ബദരി റളിയല്ലാഹു അനി ശുഹദാഇ റളിയല്ലാഹു അൻ ആലിൽ ബദരി റളിയല്ലാഹു അനി ശുഹദാഇ റളിയല്ലാഹു അൻ ആലിൽ ബദരി റളിയല്ലാഹു അനി ശുഹദാഇ തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ ബദീരി യാ അല്ലാഹ് ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മാ വമിൻ ഗമ്മി വമിൻ ഗുമ്മ ബിഅഹ്ലിൽ ബദീരി യാ അല്ലാഹ് തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ ബദീരി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. മഗ്ഫിറത്തിന്റെ 10 ധാരാളം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് തൗബ പുതുക്കേണ്ട സന്ദർഭമാണ്. നമ്മുടെ ഖുതുബയിൽ 2ാമത്തെ പാർട്ടിൽ ഇസ്തിഗ്ഫാറിനെ കുറിച്ചും തൗബയെ കുറിച്ചും സൂചിപ്പിച്ചിട്ടുണ്ട്. അത്താഇബു മിനദ്ദംബി കമല്ലാ ദംബല, ആത്മാർത്ഥമായി തെറ്റുകുറ്റത്തിൽ നിന്ന് തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങുകയും തൗബ സ്വീകരിക്കപ്പെടുകയും ചെയ്തവൻ തെറ്റില്ലാത്തവൻ പോലെയാണെന്ന് മുത്തനബി പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. اللهم اغفر لي ذنوبي يا رب العالمين 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 إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي
فإنك غافر الذنب العظيم. ഈ 2 വരി ബൈത്ത് 3 വട്ടം, മറ്റൊരു അഭിപ്രായത്തിൽ 5 വട്ടം എല്ലാ ജുമാക്ക് ശേഷം പതിവാക്കുകയാണെങ്കിൽ മുഅ്മിനായിട്ടേ ആൾ മരിക്കുള്ളൂ എന്ന്. ഇലാഹി, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാവേ, എൻ്റെ ഇലാഹായ അല്ലാഹുവേ, ലസ്തു ലിൽ ഫിർദൗസ് അഹ്ല, സ്വർഗ്ഗത്തിന് ഞാൻ അഹ്ലുകാരനൊന്നല്ല. എൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകാൻ ഞാൻ അർഹനൊന്നല്ല. പക്ഷേ വലാഖുവാല നാരിൽ ജഹീമി, കത്തിക്കാണുന്ന ജഹീമാകുന്ന നരകം ഈ സാധുവായ എനിക്ക് സഹിക്കാനോ അത് ഉൾക്കൊള്ളാനോ അതിൽ കടക്കാനോ എന്നെ കൊണ്ട് കഴിയൂല. അതുകൊണ്ട് ഫഹബിലി തൗബത്തൻ ഫഗ്ഫിർ ദുനൂബി, ഓശാരമായി സൗജന്യമായി എന്റെ തൗബ ഒന്ന് സ്വീകരിച്ച് എന്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ഒന്ന് മാപ്പാക്കി തരുമോ റബ്ബേ. ഫഇന്നക ഗാഫിറു ദംബിൽ അളീമി, എത്ര വലിയ തെറ്റും പുറത്തു കൊടുക്കുന്ന മാപ്പ് നൽകുന്നവനല്ലേ നീ എന്നർത്ഥം വരുന്ന എത്ര നല്ല ബൈത്താണ്. അള്ളാഹു ഈ ബൈത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ.